വിമതി, അസമ്മതി മുതലായ വാക്കുകൾ സംസ്കൃതത്തിലും ലഭിക്കുന്നത്. അസമ്മതി, ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കുന്നു, നിഷേധിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാർവാകനെ പോലെ ഈശ്വരനെ നിഷേധിച്ച ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ മഹാവീരനെയും ബുദ്ധനെയും പോലെ ഈശ്വര സങ്കല്പത്തെ തങ്ങളുടെ ചിന്തയിൽ നിന്ന് പൂർണ്ണമായും ഒഴിച്ചു നിർത്തിയ ആളുകളും ഇവിടെ തന്നെ ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ സംവാദങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുകയും ചെയ്തത്. സാധാരണ ആദ്യം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുടെ ആശയങ്ങളെ മുഴുവൻ സംഗ്രഹിച്ച ശേഷം മാത്രമേ അതിന് മറുപടി പറയാവൂ എന്നതായിരുന്നു ഇന്ത്യയിലെ സംവാദത്തിൻ്റെ അടിസ്ഥാന നിയമം. അതിനെ നാം വിളിച്ചിരുന്നത് പൂർവപക്ഷം എന്നും ഉത്തരപക്ഷം എന്നുമാണ്. പൂർവപക്ഷം ആദ്യം പറയുന്ന ആളുടെ വാദം, ഉത്തരപക്ഷം രണ്ടാമത് പറയുന്ന ആളുടെ മറുപടി, അല്ലെങ്കിൽ അതിൻ്റെ എതിരായ, അതിനെ ഖണ്ഡിക്കുന്ന വാദങ്ങൾ.